വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും 50 ദിവസത്തെ ഭരണനേട്ടം പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിച്ച് ആരോഗ്യവകുപ്പ്. ഭരണമേറ്റത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ വിമർശനങ്ങളാണ് മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഹണിമൂൺ പീരീഡ് പോലും ലഭിക്കാഞ്ഞിട്ടും കൂട്ടായ പ്രവർത്തനമാണ് നേട്ടങ്ങൾക്ക് കാരണമായത്. എയിംസിനായി സ്ഥലം കണ്ടെത്തിയതും ആശുപത്രി കെട്ടിട നവീകരണത്തിന് CSR ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതും UDF സർക്കാരിന്റെ നയപരമായ ചുവടുവയ്പ്പുകളായാണ് പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ച നേതാവായിരുന്നു കെ മുരളീധരൻ. UDF മന്ത്രിസഭ അധികാരമേറ്റതോടെ ആരോഗ്യവകുപ്പിന്റെ അമരക്കാരനായി കെ മുരളീധരൻ എത്തിയത് കാവ്യനീതി. മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനമെന്നും ചികിത്സാരംഗത്ത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള കെ മുരളീധരന്റെ ആദ്യ പ്രതികരണം. 50 ദിവസം പിന്നിടുമ്പോൾ വിവാദങ്ങൾക്കിടയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തതിനു ശേഷം 24 മണിക്കൂർ പോലും ഹണിമൂൺ സാധിച്ചിട്ടില്ല. അന്ന് മുതൽക്കുള്ള വിമർശനങ്ങൾ, പക്ഷെ ആ വിമർശനങ്ങളാണ് എന്തു വന്നാലും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ദൃഢനിശ്ചയം എന്നിലുണ്ടാക്കി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ പരിഷ്കരിച്ചു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ അവകാശവാദം. ഡെങ്കിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിലും പകർച്ചവ്യാധികളെ പിടിച്ചു നിർത്താനായെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവനക്കാർ ഏകോപനത്തോടെ പ്രവർത്തിച്ചത് വകുപ്പിന് നേട്ടമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടയിൽ കേരളം ഏറെ നാളായി മുന്നോട്ട് വയ്ക്കുന്ന എയിംസ് എന്ന ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടായി. തലസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജും 50 ദിവസത്തെ നേട്ടങ്ങളായി മന്ത്രി ഉയർത്തിക്കാട്ടുന്നു. നിയമനങ്ങൾ പൂർണ്ണമായും PSC മുഖേന നടത്തും. ആശുപത്രി ഉപദേശക സമിതിയിൽ സ്ത്രീകളെയും SC വിഭാഗത്തിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതും ചരിത്രപരമായ നേട്ടമായാണ് മന്ത്രി ഉയർത്തിക്കാണിക്കുന്നത്. നിയമന വിവാദങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ച, തുടർച്ചയുള്ള ചികിത്സാ പിഴവും മരണവും, മരുന്നുക്ഷാമവും ഉൾപ്പെടെ വകുപ്പ് ആക്ഷേപങ്ങൾ കേൾക്കുന്നതിനിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം. വകുപ്പിൽ നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുമ്പോഴും ആരോഗ്യവകുപ്പിന് കീഴിൽ ദിവസേന ഉണ്ടാകുന്ന വിവാദങ്ങൾക്കും റിപ്പോർട്ട് അവതരണ വേളയിൽ മന്ത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചികിത്സാ രോഗിയുടെ അവകാശം, മരുന്ന് രോഗിയുടെ അവകാശം, കിടക്ക രോഗിയുടെ അവകാശം, ഈ 3 അവകാശങ്ങൾ ഒരു രോഗിക്ക് ലഭ്യമായിരിക്കണം. അതാണ് ഒരു സർക്കാർ ആശുപത്രിയുടെ ചുമതല എന്ന് പറയുന്നത്. 50 ദിവസത്തെ വിസ്മയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ 10 ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നന്മകളെയും തിന്മകളെ നന്മകൾ മാത്രം ഉൾക്കൊള്ളാനില്ല, തിന്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് നന്മകളാക്കി മാറ്റുന്ന കാര്യത്തിലും നമുക്കൊരു ടീമായി പ്രവർത്തിക്കാം. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ഥലം MLA വി മുരളീധരനും മേയർ VV രാജേഷും വിട്ടുനിന്നതും ശ്രദ്ധേയമായി. സർക്കാരിനോടുള്ള വിമുഖതയായിരിക്കാം ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാരണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.